ഹലോ എവ്രി വൺ, ഡോക്ടർ മഞ്ജുല ഹിയർ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചില ടെർമിനോളജീസ് ആണ് റിലേറ്റഡ് ടു മാനേജ്മെൻറ്റ്. ആദ്യം തന്നെ പ്ലാനിങ്, എന്താണ് പ്ലാനിങ് എന്ന് നോക്കാം. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ വി ആർ പ്ലാനിങ് സംതിങ് ലൈക്ക് എസ്പെഷ്യലി ടു റൺ എ ഓർഗനൈസേഷൻ. എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യേണ്ടത്? ഗോൾസ് പ്ലാൻ ചെയ്യണം ആൻഡ് ഹൗ വി ക്യാൻ അച്ചീവ് ദം. ഈ രണ്ട് കാര്യങ്ങളാണ് പ്ലാനിങ്ങിൽ വരുന്നത്. സോ സെറ്റിംഗ് ഗോൾസ് ആൻഡ് ഹൗ ടു അച്ചീവ് ദം. രണ്ടാമത്തത് ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ള റിസോഴ്സസിനെ എല്ലാം കറക്റ്റായിട്ട് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യുന്നതാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അറേഞ്ചിങ് ദ റിസോഴ്സസ് ആൻഡ് ടാസ്ക്സ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ്. അടുത്തത് സ്റ്റാഫിങ്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ, ഈ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആൾക്കാരെ അറേഞ്ച് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും സ്റ്റാഫിങ്ങിൽ? ഈ കോൺസെപ്റ്റ്സ് ഒക്കെ ഓർത്തോണം. എന്തൊക്കെയാണ് ആ സ്റ്റാഫിംഗ് എന്നുള്ള ഹെഡിങ്ങിൻ്റെ അടിയിൽ വരുന്നത്? റിക്രൂട്ടിംഗ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്പിംഗ് ദം. അവരെ റിക്രൂട്ട് ചെയ്ത് എടുക്കുന്നത് മാത്രമല്ല, അവരെ ട്രെയിൻ ചെയ്ത് അവരുടെ വെൽഫെയറും അവരുടെ ഡെവലപ്മെൻറ്റും നോക്കുന്ന എല്ലാം ഇറ്റ് കംസ് ടോട്ടലി അണ്ടർ ദി സ്റ്റാഫിംഗ് പ്രോസസ്. അടുത്തത് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ ഓരോ എംപ്ലോയീസ്, നമ്മൾ എടുത്തു വെച്ച സ്റ്റാഫിനെ എല്ലാം കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് അവരെ ഗൈഡ് ചെയ്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് ഫൈനലി നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് അവരെ പാകപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ഡയറക്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ബേസിക്കലി എന്താണ്? നമുക്കൊരു ഓർഗനൈസേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതിനൊരു ഗോളുണ്ട്. ഈ ഗോളിലേക്ക് പോകുന്നതാണ് ഗോൾ അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളുമാണ് ഈ സ്റ്റെപ്സിലേക്ക്, മാനേജ്മെൻറ്റിൻ്റെ സ്റ്റെപ്സിലായിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പിലും പറയുന്നത്. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഈ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ഡിസൈഡ് ചെയ്യുന്നു, ഏതൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്യണം, അങ്ങനെയൊക്കെ. ഓർഗനൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ റിസോഴ്സ്, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് എല്ലാം, ഇറ്റ് കുഡ് ബി മാൻ, മണി, മെറ്റീരിയൽ, എനിത്തിങ്. സോ അതിനെല്ലാം കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് എടുക്കുന്നതാണ്. സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ആൾക്കാർ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് ഫോഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്ത് റിക്രൂട്ട് ചെയ്ത് അവരെ ട്രെയിൻ ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് സ്റ്റാഫിംഗ് പ്രോസസ്സിൽ വരുന്നത്. ഡയറക്റ്റിങ്ങിലാണെങ്കിലോ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, അപ്പോൾ ഈ എടുത്തു വെച്ച ആൾക്കാർ കറക്റ്റായിട്ട് ഇൻസ്ട്രക്ട് ചെയ്തില്ലെങ്കിൽ, ഗൈഡ് ചെയ്തില്ലെങ്കിൽ അവർ ആ ഗോളിലേക്കുള്ള അവരുടെ പോക്ക് ശരിയാവില്ല. അപ്പോൾ അതാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്, മോട്ടിവേറ്റിംഗ് ദ എംപ്ലോയീസ് ടു മീറ്റ് ദ ഗോൾ. അടുത്തത് കൺട്രോളിങ്. കൺട്രോളിങ് എന്ന് പറയുന്നത് ഇവരുടെ എല്ലാം പെർഫോമൻസ്. വെറുതെ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് നമ്മൾ വിട്ട് ഡയറക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് കാര്യമില്ല. ഇവരെ നമ്മൾ ഒരു സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ വി ഹാവ് ടു കീപ്പ് ഓൺ മോണിറ്ററിങ് ദെയർ പെർഫോമൻസ്. എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് ചേഞ്ചസും ഉണ്ടാക്കണം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോളിൻ്റെ അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ, മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ ചില ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അപ്പോൾ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ എടുക്കുന്നതാണ്, അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്നതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ഡെലിഗേഷൻ. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മറ്റുള്ള ആൾക്കാർ എല്ലാം ഞാൻ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തികൾ മാത്രം ഗോൾ അച്ചീവ് ചെയ്തു കൊള്ളണം എന്നില്ല. അപ്പം മറ്റുള്ളവരെയും കൂടെ നമ്മൾ അതിനകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യമുണ്ട് അവിടെ. ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അവർക്ക് ഉത്തരവാദിത്വം കൊടുക്കണം, റെസ്പോൺസിബിലിറ്റി കൊടുക്കണം, ഒപ്പം തന്നെ അതോറിറ്റിയും കൊടുത്തിരിക്കണം. സോ ഈ രണ്ട് വാക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഡെലിഗേഷനിൽ. ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി മാത്രം ഏൽപ്പിച്ചിട്ട് കാര്യമില്ല, യു ഹാവ് ടു ഗിവ് ദം അതോറിറ്റി ഓൾസോ. സോ റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് ഇൻ ഡെലിഗേഷൻ. അടുത്തത് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവരെ കൊണ്ട് ഗോൾസിലേക്ക് അവരെ കൊണ്ട് പണിയിക്കുക, ചുരുക്കം പറഞ്ഞാൽ അതാണ്. സോ ലീഡർഷിപ്പ് ഈസ് ഇൻഫ്ലുവൻസിങ് പീപ്പിൾ ടു വർക്ക് ടുവേർഡ്സ് ദ ഓർഗനൈസേഷണൽ ഗോൾ. മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ കൊണ്ട് ഇത് എൻകറേജിങ് ദം ടു ആക്ട് വിത്ത് പർപ്പസ് ആൻഡ് എന്തൂസിയാസം. വെറുതെ ചതഞ്ഞെന്ന് പറഞ്ഞിട്ട് പണി ചെയ്യുന്നതിൽ അർത്ഥമില്ല, ബിക്കോസ് ഔട്ട്പുട്ട് വളരെ മോശമായിരിക്കും. അപ്പം നമുക്ക് 10 പേരെ എംപ്ലോയ് ചെയ്ത് വെക്കാം എന്നുള്ളതേ ഉള്ളൂ. അവരെ ട്രെയിൻ ചെയ്ത് ഗോളിനായിട്ട് അവരെ സൂപ്പർവൈസ് ചെയ്തെല്ലാം നമ്മൾ ചെയ്യുന്നു. പക്ഷേ അവർക്ക് വർക്ക് ചെയ്യാൻ മോട്ടിവേഷനിൽ ഈ 10 പേരും വെറും വേസ്റ്റ് ആണ്, അല്ലേ? അപ്പോൾ വേസ്റ്റേജ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആണ് അവിടെ സംഭവിക്കുന്നത്.
അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യണം. മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? അവർക്കൊരു പർപ്പസും ഒരു എന്തൂസിയാസവും വരാനാണ് വർക്കിലേക്ക്. അപ്പോൾ അവരുടെ ഔട്ട്പുട്ട് നല്ലതായിരിക്കും. 10 പേരെ എംപ്ലോയ് ചെയ്യേണ്ട സ്ഥലത്ത് നമുക്ക് 5 പേര് മതി. അപ്പോൾ അവരെ ആ ഇൻഡിവിജ്വൽസിനെ എൻകറേജ് ചെയ്യുന്നതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അടുത്തത് സൂപ്പർവിഷൻ. സൂപ്പർവിഷൻ മീൻസ് വെൻ യു ഗിവ് ദ എംപ്ലോയീസ് ദെയർ ടാസ്ക്സ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഡെലിഗേഷൻ, റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി ഒക്കെ കൊടുത്തിട്ട് നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. നമ്മൾ അവരെ നോക്കണം. വി ഷുഡ് ഓവർസീ ദെയർ വർക്ക് ആൻഡ് ഓഫർ ഗൈഡൻസ്. അതാണ് സൂപ്പർവിഷൻ. അടുത്തത് കോർഡിനേഷൻ. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ വർക്കിന് ഒരുമിപ്പിച്ച് ഇഫക്റ്റീവായിട്ട് കൊണ്ടുപോകുന്നതാണ് കോർഡിനേഷൻ. കമ്മ്യൂണിക്കേഷൻ. വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ? വി ആർ ഇൻഫോർമിങ് ക്ലിയർലി ആൻഡ് ഇഫക്റ്റീവ്ലി across different departments or personnel. Then comes time management. ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. അതിനകത്ത് പ്രയോറിറ്റൈസിങ് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ടൈം മാനേജ്മെൻറ്റിൽ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? ഒരുപാട് പിന്നെ ടാസ്കുകൾ ഉണ്ടെങ്കിൽ വി ഹാവ് ടു പ്രയോറിറ്റൈസ് വിച്ച് ഹാസ് ടു ബി പെർഫോംഡ് ഫസ്റ്റ് ആൻഡ് ഹൗ മച്ച് ടൈം ഫോർ ഈച്ച് ടാസ്ക്. ഇപ്പം ഒരു പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മുടെ കയ്യിൽ ഒരു ടാസ്ക് തന്നു, എന്നിട്ട് അത് നമ്മളടുത്ത് പറഞ്ഞു ഓക്കെ നിങ്ങളത് ചെയ്തോ എന്ന് പറയുന്നു. പക്ഷേ ഇഫ് വി ടേക്ക് അവർ ഓൺ സ്വീറ്റ് ടൈം, ഒരു ദിവസം കൊണ്ട് ചെയ്യാനുള്ളത് ഒരാഴ്ച എടുത്ത് നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിൽ അർത്ഥമില്ല. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന 2 കോൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. ഒന്ന് പ്രയോറിറ്റിയും, 2 അലോക്കേറ്റിംഗ് ടൈം. ഓരോ ടാസ്കിനും നമ്മൾ എത്ര സമയം, ഒരാഴ്ചയ്ക്കുള്ളിൽ ചെയ്തു തീർക്കണോ അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ചെയ്തു തീർക്കണോ എന്നുള്ള അലോക്കേറ്റിംഗ് ദ ടൈം ഓൾസോ ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ പ്രയോറിറ്റൈസേഷൻ ആൻഡ് അലോക്കേഷൻ ഓഫ് ടൈം. അടുത്തത് എന്താ? പെർഫോമൻസ് അപ്രൈസൽ. ഇതൊക്കെ പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ആ വാക്കുകളാണ് കേട്ടോ, ഈ പെർഫോമൻസ് അപ്രൈസൽ, ടൈം മാനേജ്മെൻ്റ് ഒക്കെ. അപ്പോൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എംപ്ലോയീൻ്റെ പെർഫോമൻസിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് പെർഫോമൻസ് അപ്രൈസൽ. Then next is strategic management. Strategic management is long-term planning to achieve the a competitive advantage for the organization. അപ്പോൾ 5 വർഷം അല്ലെങ്കിൽ 10 വർഷത്തേക്കുള്ളത് നമ്മളിപ്പോൾ തന്നെ അതിൻ്റെ 10 വർഷത്തേക്കുള്ള മൂവ്സ് എന്തൊക്കെ നമ്മൾ ചെയ്യണം, എങ്ങനെയായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജീസ്, ഇതൊക്കെ നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്നതാണ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്. Next, let's look at some of the administrative terminologies. First is policy making. Policy making എന്ന് പറഞ്ഞാൽ നമ്മൾ ചില certain principles we will develop to guide certain actions and decisions. ചില ഡിസിഷൻസ് മേക്ക് ചെയ്യാനൊക്കെ നമുക്ക് പോളിസീസ് ഉണ്ടാവണം. അപ്പോൾ പോളിസി എന്ന് പറഞ്ഞാൽ അതാണ്. പോളിസി മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെക്കും. ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ്സിന് ഓരോരോ ടാസ്ക്സിനൊക്കെ നമുക്ക് പോളിസീസ് ഉണ്ടാവും. വി വിൽ ഡെവലപ്പ് പ്രിൻസിപ്പിൾസ് ടു ഗൈഡ് അവർ ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസ്. നെക്സ്റ്റ് ഇസ് പ്രൊസീജിയർ. പ്രൊസീജിയർ ഇസ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ് ടു ക്യാരി ഔട്ട് എ ടാസ്ക് ഓർ പോളിസി. അപ്പോൾ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു വർക്ക് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്തെടുക്കുന്നതാണ് പ്രൊസീജിയർ എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത റെഗുലേഷൻ. റെഗുലേഷൻ മീൻസ് വാട്ട്? ഒഫീഷ്യൽ റൂൾസ് ടു എൻഷുർ കൺസിസ്റ്റൻസി ആൻഡ് കംപ്ലയൻസ്. അപ്പം നമുക്ക് എപ്പോഴും നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം റൂൾസും റെഗുലേഷൻസും ഒക്കെ വെച്ചിട്ട് കെട്ടപ്പെട്ടിരിക്കും. കാരണം നമുക്ക് കൃത്യമായിട്ട് നമ്മൾ അറിയണം എന്താണ് ചെയ്യേണ്ടത്, വാട്ട് ഷുഡ് വി ഡു വെൻ സർട്ടൻ തിങ്സ് ഗോ റോങ്. സോ സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഹെൽപ്പ് us in ensuring consistency and compliance. Compliance എന്ന് പറഞ്ഞാൽ adhering to certain rules and regulations. ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഇൻകവും എക്സ്പെൻസസും ബാലൻസ് ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റ് ക്രിയേഷനും. സോ ദാറ്റ് ഫൈനാൻഷ്യൽ പ്ലാനിങ് ആണ് ബഡ്ജറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് the organization does not run in a loss. So income and expenditure balancing is called budgeting. Then record keeping. ഇത് ബാലൻസിങ് മാത്രമല്ല കേട്ടോ, ഓരോ ടാസ്കിനും എത്ര നീക്കിയിരിപ്പ്, എത്ര പൈസ അതിന് നമ്മൾ ചിലവാക്കുന്നു, അതൊക്കെ ബഡ്ജറ്റിങ്ങിൽ വരുന്നു. ദെൻ റെക്കോർഡ് കീപ്പിംഗ് ഇസ് മെയിൻറ്റെയിനിങ് അക്യുറേറ്റ് റെക്കോർഡ്സ് ഓർ ഡോക്യുമെൻറ്റേഷൻ. പബ്ലിക് റിലേഷൻസ്, ദറ്റ് ഈസ് പബ്ലിക് റിലേഷൻസ് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ ഇമേജ് പുറത്തേക്ക് എങ്ങനെയാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്.
അതാണ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോലി. Then compliance means we are adhering to the or abiding or following the laws and regulations and all the policies of the organization. Now coming to the next term, that is governance. Governance എന്ന് പറഞ്ഞാൽ rules and regulations or practices, the framework, which is a framework of the rules and regulations for decision making and accountability. നമ്മൾ എങ്ങനെയാണ് ഭരണം നടത്തണം എന്നുള്ളത് പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിലെ പ്രാക്ടീസ്, അതാണ് ഗവേണൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ റിസോഴ്സ് അലോക്കേഷൻ. സോ നമുക്ക് ചിലപ്പം റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പം വളരെ കുറച്ച് റിസോഴ്സസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് എവിടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ എത്ര എത്തണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നതാണ് റിസോഴ്സ് അലോക്കേഷൻ. അങ്ങനെയല്ലേ സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്ര വേണം, ഡിഫെൻസിന് എപ്പോൾ കൂട്ടണം. ഇപ്പോൾ നമുക്ക് നമ്മുടെ സെക്യൂരിറ്റിക്ക് ത്രെറ്റുള്ള സമയത്താണ് ബഡ്ജറ്റിൽ ഡിഫെൻസിനുള്ള അലോക്കേഷൻ കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ അതാണ് റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുന്നത്. ഉള്ള റിസോഴ്സിനെ ഇഫക്റ്റീവായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. Then monitoring and evaluation, it's all about tracking the progress. Logistics, എന്താണ് logistics എന്ന് പറയുന്നത്? Flow of goods, services and information. How you manage the flow of services. Then comes standard operating procedure, SOP എന്ന് പറയും. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഒരു റിട്ടേൺ ഗൈഡാണ്. ഓരോ സ്പെസിഫിക് ടാസ്കിനും ഉള്ള റിട്ടേൺ ആയിട്ടുള്ള ഗൈഡാണ് standard operating procedures. Then comes policy implementation, that is putting all the strategies to implement or into action. Auditing ചോദിച്ചിട്ടുള്ളതാണ്. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നമ്മുടെ പ്രോസസ്സിനെയും നടന്നു വരുന്ന പ്രോസസ്സും അതിൻ്റെ റെക്കോർഡ്സും ഒക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. സോ സിസ്റ്റമാറ്റിക്, ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിസ്റ്റമാറ്റിക് റിവ്യൂ ഓഫ് ഓപ്പറേഷൻസ് ആൻഡ് റെക്കോർഡ്സ് ഫോർ അക്യുറസി ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഓഡിറ്റിംഗ് ഇല്ലെങ്കിൽ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടം പോലെ റിസോഴ്സസ് എല്ലാം യൂസ് ചെയ്യും. നമ്മുടെ കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ നഷ്ടത്തിലേക്ക് പോകും. സോ ഓഡിറ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Then administrative ethics, it is the moral principles that guide the behavior of each and every person in the organization.